നമസ്കാരം. വോയിസ് ഓഫ് കിഷോർ എന്ന എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എല്ലാ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇന്നലെ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം മമ്മൂക്ക കുറച്ച് ദിവസങ്ങളായി നമ്മളെ വിട്ട് മാറി നിന്നതിൻ്റെ ഒരു വിഷമം, മമ്മൂക്ക നല്ല ആരോഗ്യവാനായി തിരിച്ചു വന്നു എന്നതിൻ്റെ സന്തോഷവും. അപ്പോൾ അതിനിടയിൽ ഒരുപാട് ആളുകൾ, ഈ ഫാൻസ് അസോസിയേഷൻ അവരിവരൊക്കെ ഇതിനു മുമ്പ് കുറേ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മൂക്കനെ കുറിച്ചിട്ടും. അതുപോലെ മോഹൻലാൽ മറ്റേ 18 പടി കയറിയത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ പല വിധത്തിലുള്ള, ഇതൊക്കെ എന്ത് പറഞ്ഞാലും മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ളൊരു ബന്ധം, പിന്നെ അദ്ദേഹത്തിന് സുഖമില്ല എന്നറിഞ്ഞതിൻ്റെ പേരിലാണോ ലാലേട്ടൻ ശബരിമലയിൽ പോയത്, അവിടെ ചെന്ന് വഴിപാട് കഴിച്ചു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്തായാലും അവർ തമ്മിലുള്ള ആ സ്നേഹം ഒരാൾക്കും വേർപെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ചിന്തിക്കാനോ പോലും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്ന് മമ്മൂക്ക സുഖമായിട്ട് തിരിച്ചെത്തി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഇനിയും മമ്മൂക്കയ്ക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു എനർജി, പഴയ പോലുള്ള സിനിമകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകാൻ സർവേശ്വരൻ നല്ലൊരു ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഇന്ന് ഫേസ്ബുക്കിലൊക്കെ വന്ന കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അതേപോലുള്ള കമൻറ്റുകളാണ്. എന്താ വെച്ചാൽ വളരെ സന്തോഷം തോന്നുന്ന രൂപത്തിലുള്ള ഒരു കമൻറ്റുകളാണ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം കാണുകയുണ്ടായത്. അതുപോലെ തന്നെ മറ്റുള്ള ചാനലുകളും എല്ലാം തന്നെ നല്ല രീതിയിലുള്ള മമ്മൂക്കനെ കേരളം വരവേൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ രാവിലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല ഇന്നലെ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ ചെയ്ത് ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളായിട്ട് എന്തിനും ചെയ്യാതിരിക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയെ നമുക്ക് അത്ര ഇഷ്ടമുള്ളതെന്നാണ്. മമ്മൂക്കയുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു മനസ്സിൽ നന്മയുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു പൊടി കണ്ണീരെങ്കിലും പൊടിയും. എന്നുവെച്ചാൽ പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക. അപ്പോൾ ആ മമ്മൂക്ക നമ്മളിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു ഫീലിങ്സ് തന്നെയായിരുന്നു. എന്തായാലും മമ്മൂക്ക തിരിച്ചു വന്നു. ഇനി മമ്മൂക്കയ്ക്ക് നല്ല നല്ല സിനിമകൾ ചെയ്യാനുള്ള കഴിവ് ദൈവം കൊടുക്കട്ടെ. ഇനിയും ഒരുപാട് വർഷം ജീവിക്കാനുള്ള ഒരു ഒരു ആരോഗ്യവും മറ്റുള്ളതൊക്കെ ഉണ്ടാവട്ടെ. ഇതൊക്കെ മാറ്റിയെടുക്കാവുന്ന അസുഖങ്ങളാണെന്നുള്ളത് പ്രൂവ് ചെയ്താണ് ഒരിക്കൽ ഇന്നസെൻ്റ്. അതുപോലെ തന്നെയാണ് ഇപ്പം മമ്മൂക്കയും പോയി നല്ല ചികിത്സ കിട്ടി. മമ്മൂക്കയ്ക്ക് ഇനിയും ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മളും മനസ്സുകൊണ്ട് തന്നെ നമ്മൾ പറയാണ്. അപ്പം ഇനി അടുത്ത പുതിയ ചിത്രങ്ങളിൽ മമ്മൂക്ക വലിയ ആക്ഷൻ രംഗങ്ങളും അതൊക്കെ ആയിട്ട് ഇനിയും നമുക്ക് മമ്മൂക്കയെ ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം, താങ്ക് യു.